നിങ്ങളുടെ പേഴ്സിൽ ഒരു SBI ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? എങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ്. 2025 ജൂലൈ 15 മുതൽ SBI ക്രെഡിറ്റ് കാർഡിന്റെ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. നിങ്ങളുടെ ബിൽ അടവിനെയും കാർഡിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെയും ഇത് നേരിട്ട് ബാധിക്കും. എന്തെല്ലാമാണ് ആ മാറ്റങ്ങൾ? നമുക്ക് വിശദമായി അറിയാം. ഒന്നാമത്തെ മാറ്റം മിനിമം എമൗണ്ട് ഡ്യൂ, അതായത് അടയ്ക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുകയുടെ കാര്യത്തിലാണ്. നിലവിൽ ലേറ്റ് ഫീ ഒഴിവാക്കാൻ പലരും ബില്ലിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം അടയ്ക്കാറുണ്ട്. എന്നാൽ ഇനി അത് നടക്കില്ല. പുതിയ നിയമം അനുസരിച്ച് നിങ്ങളുടെ മിനിമം ഡ്യൂ കണക്കാക്കുന്നത് ഇങ്ങനെയായിരിക്കും. GST, EMI തുകകൾ, മറ്റ് ചാർജുകൾ, പലിശ എന്നിവയുടെ 100%വും ബാക്കിയുള്ള തുകയുടെ 2%വും ചേർത്തായിരിക്കും മിനിമം ഡ്യൂ തീരുമാനിക്കുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എല്ലാ മാസവും അടയ്ക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക ഇനി കൂടും. ഈ കൂടിയ തുക അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ കടം പെട്ടെന്ന് വർദ്ധിക്കുകയും കൂടുതൽ പലിശ നൽകേണ്ടി വരികയും ചെയ്യും. രണ്ടാമത്തെ മാറ്റം നിങ്ങൾ അടയ്ക്കുന്ന പണം എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് എന്നതിലാണ്. ഇനി മുതൽ നിങ്ങൾ അടയ്ക്കുന്ന തുക ആദ്യം പോകുന്നത് GST അടയ്ക്കാനായിരിക്കും. അതിനുശേഷം EMI, പിന്നെ മറ്റു ചാർജുകളും പലിശയും. അവസാനം മാത്രമേ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിയ പ്രധാന തുകയിലേക്ക് എത്തുകയുള്ളൂ. ഇതിനർത്ഥം നിങ്ങൾക്ക് പലിശയോ മറ്റ് ചാർജുകളോ അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന പണം ആദ്യം അതിലേക്കായിരിക്കും പോവുക. അതുകൊണ്ട് നിങ്ങളുടെ പ്രധാന പർച്ചേസുകൾക്ക് പലിശ കൂടിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ വലിയ മാറ്റം പലർക്കും ലഭിച്ചിരുന്ന സൗജന്യ എയർ ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജിന്റെ കാര്യത്തിലാണ്. പല SBI കാർഡുകളും 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ സൗജന്യ അപകട ഇൻഷുറൻസ് നൽകിയിരുന്നു. ഈ ആനുകൂല്യം ഉടൻ നിർത്തലാക്കും. ഓഗസ്റ്റ് 11 മുതൽ എലൈറ്റ് പ്രൈം കാർഡുകൾ ഉൾപ്പെടെയുള്ള നിരവധി കാർഡുകളിലെ ഈ സൗജന്യ ഇൻഷുറൻസ് കവറേജ് നിർത്തലാക്കുകയാണ്. ഈ മാറ്റങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ എന്തു ചെയ്യണം? കാർഡ് പരിശോധിക്കുക. നിങ്ങളുടെ കാർഡിന്റെ ഫീച്ചറുകൾ പരിശോധിച്ച് അത് ഇപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായാണോ എന്ന് ഉറപ്പുവരുത്തുക. പുതിയ നിബന്ധനകൾ വായിക്കുക. SBI അയച്ചു തരുന്ന പുതിയ നിബന്ധനകളും വ്യവസ്ഥകളും ശ്രദ്ധയോടെ വായിക്കുക. തീരുമാനമെടുക്കുക. ഇൻഷുറൻസ് പോലുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ കാർഡ് അപ്ഗ്രേഡ് ചെയ്യണോ, മറ്റൊന്നിലേക്ക് മാറണോ, അതോ ക്ലോസ് ചെയ്യണോ എന്ന് ചിന്തിക്കുക. ഈ മാറ്റങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് അധിക ചാർജുകൾ ഒഴിവാക്കാനും പണം ശരിയായി കൈകാര്യം ചെയ്യാനും നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോയിലെ വിവരങ്ങൾ പൊതുവായ അറിയിപ്പുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് സാമ്പത്തിക ഉപദേശമായി കണക്കാക്കരുത്. ഏറ്റവും പുതിയതും കൃത്യവുമായ വിവരങ്ങൾക്കായി ദയവായി SBIയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ബാങ്കുമായി നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യുക. സാമ്പത്തിക രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും ഇതുപോലുള്ള വിവരങ്ങൾക്കുമായി ഞങ്ങളെ പിന്തുടരുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.